നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തെ ഗഡുക്കളായ 3200 രൂപ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ആളുകൾക്ക് പണം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ ഇന്ന് 1600 രൂപ മാത്രം ലഭിച്ച ആളുകളുമുണ്ട്. അവർക്ക് ബാക്കി 1600 രൂപ എന്ന് ലഭിക്കും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് ശനിയാഴ്ച 3200 രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് പണം ലഭിച്ചെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അല്ല, ഇതുവരെയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ നോ എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. എന്നാൽ മറ്റാളുകൾക്ക് അത് ഉപകാരപ്രദമാവും. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പണം എത്തിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്കിൽ അക്കൗണ്ടിലെ ആളുകൾക്കാണ് ഇപ്പോൾ പണം എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റാളുകൾക്ക് ഉടൻ തന്നെ പണം എത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ പണം എത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, മസ്റ്ററിങ് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷവും നൽകുന്ന സത്യാമൂല്യം നൽകിയ ആളുകൾ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ 3200 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസാനിക്കാറായ പെൻഷൻ മസ്റ്ററിങ്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അടുത്ത മാസം മുതൽ നൽകേണ്ട സത്യവാങ്മൂലം, ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണെങ്കിൽ അത് നൽകുക എന്നിങ്ങനെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് പെൻഷൻ ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അർഹമായിട്ടാണ് പെൻഷൻ ലഭിച്ചതെങ്കിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾ അനർഹമായിട്ടാണ്, സർക്കാർ പറയുന്നതിൽ അനുസരിച്ച് നിങ്ങൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും കൈപ്പറ്റുന്ന പെൻഷൻ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും. 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അർഹതയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ, അങ്ങനെ പല ചെറിയ ചെറിയ കാര്യം കൊണ്ട് നിങ്ങൾക്ക് പെൻഷന് അർഹതയില്ലാതെ ഇരിക്കാം. ഇങ്ങനെ നിങ്ങൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റേഷൻ കാർഡിലായാലും ശരി, മറ്റെന്ത് സർക്കാർ സേവനങ്ങളായാലും നിങ്ങൾ അനർഹമായിട്ടാണ് കൈപ്പറ്റുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, വിധവകളായ ആളുകൾ, കാർഷിക പെൻഷൻ കാർഷിക വൃത്തിയിലേർപ്പെട്ട ആളുകൾ എന്നിങ്ങനെ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ പെൻഷൻ നമ്മൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെൻഷൻ ഐ ഡി ലഭിക്കും. ആ പെൻഷൻ ഐ ഡി വെച്ച് നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഇപ്പോൾ രണ്ടാമത് കൂടി പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും. കറക്റ്റായി തന്നെ എല്ലാ കാര്യങ്ങളും സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി